पदे गोवेश गोपिका कांद राधा कांद नमस्तुते तप्त कांचन गौरांगी श्रीराधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। पंचतत्वात्मकं कृष्णं भक्तरूपास्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्ति नित्यानन्दमहनौमि सर्वानन्दकरं परं हरिनामप्रदं देवम् अवधूत शिरोमणि नमो महावदिन्याय कृष्ण प्रेम प्रदाय कृष्णाय कृष्ण चैतन्य नाम्ने गौरतिषे नमो विष्णुपादाय कृष्ण पृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्नि नामिनि नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे विवेक राधिकाय कृष्णाय कृष्ण भक्ताय भक्ताय ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 16 പരീക്ഷിത്ത് കലിയുഗത്തെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ അധ്യായം. നേരത്തെ പറഞ്ഞാലേ യുധിഷ്ഠിര മഹാരാജാവ് പരീക്ഷിത്ത് മഹാരാജാവിനെ രാജ്യഭരണം ഏൽപ്പിച്ചിട്ട് തീർത്ഥാടനം പോവുകയും ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യാനായിട്ട് പോവുകയും പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. പരീക്ഷിത്താണ് പിന്നീട് ഭരണകാര്യം നിർവഹിച്ചിരുന്നത്. സൂത ഉവാച തദ പരീക്ഷിദ്വിജവർയ ശിഷ്യയാ മഹീ മഹാഭാഗവതസ്യ ശാസസഃ യദാ ഹി സൂദ്യാമഭിചാദകോ വിദാ സമാദിശൻ വിപ്രമഹത് ഗുണസ്തദാ തദാ പരീക്ഷിദ്വിജവർയ ശിഷ്യയാ മഹീ മഹാഭാഗവതസ്യ ശാസസഃ യദാ ഹി സൂദ്യാമഭിചാദകോ വിദാ സമാദിശൻ വിപ്രമഹത് ഗുണസ്തദാ. സൂത ഉവാച തദാ പരീക്ഷിദ്വിജവർയ ശിഷ്യയാ മഹീ മഹാഭാഗവതസ്യ ശാസസഃ യദാ ഹി സൂതാമഭിചാദകോ വിദഃ സമാദിശൻ വിപ്രമഹത് ഗുണസ്തദാ. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. ഹരേ കൃഷ്ണ. സ്ക്രീന് കാണാലോ അല്ലെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച തദാ പരീക്ഷിദ്വിജവർയ ശിഷ്യയാ മഹീ മഹാഭാഗവതസ്യ ശാസസഃ യദാ ഹി സൂദ്യാമഭിചാദകോ വിദഃ സമാദിശൻ വിപ്രമഹത് ഗുണസ്തദാ. സൂത ഉവാച തദാ പരീക്ഷിദ്വിജവർയ ശിഷ്യയാ മഹീ മഹാഭാഗവതസ്യ ശാസസഃ യദാ ഹി സൂദ്യാമഭിചാദകോ വിദഃ സമാദിശൻ വിപ്രമഹത് ഗുണസ്തദാ. ഒരാളായിട്ട് ചൊല്ലിക്കൊള്ളു. അനന്തകുമാരി മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച തദാ പരീക്ഷിദ്വിജവർയ ശിക്ഷയാ മഹീം മഹാഭാഗവത് ശാസസഃ യദാ ഹി
സുത്യാമഭിജാതകോവിദാഃ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തദാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ശാരദ നായർ മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 16 ശ്ലോകം 1. സൂത ഉവാച തഥാ പരീക്ഷേദിജവൈര്യശിക്ഷയാ മഹേ മഹാഭാഗവതസ്യ ശാസഃ യദാ ഹി സൂത്യാമഭിജാതകോവിദാഃ സമാദിശൻ വിപ്രമഹ ഗുണസ്തദാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ, അടുത്തത് വിജയനാണ് മാതാജി, ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച തത പരീക്ഷിതവര്യശിക്ഷയ മഹിം മഹാഭാഗവത സസാസഃ യദാ ഹി സൂത്യമഭിജാത കോവിദാഃ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തദാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. രാജി മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച തഥാ പരീക്ഷിദ്വിജവര്യശിക്ഷയാ മഹിം മഹാഭാഗവതസ്യ ശാസഃ യദാ ഹി സൂത്യാമഭിജാതകോവിദഃ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തദാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സിന്ധു മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ ചൊല്ലിക്കോളൂ. പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച തഥാ പരീക്ഷിദ്വിജവര്യശിക്ഷയാ മഹീ മഹാഭാഗവത ശശാസഃ യദാ ഹി സൂര്യ അഭിജാതകോവിദാഃ സമാദിശൻ വിഭ്രമഹത് ഗുണസ്തദാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ആ, ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച തത പരീക്ഷിദ്വിജവര്യശിക്ഷയാ മഹിം മഹാഭാഗവത ശശാസഃ യഥാ ഹി സൂത്യാമഭിജാതകോവിദാഃ സമാദിശൻ വിപ്രമഹൽഗുണസ്തദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ, മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകങ്ങൾ കേട്ടോ. നമുക്ക് ഇതിന്റെ പദാനുപദാർത്ഥ വിവർത്തന ഭാവം നോക്കാം. സൂതവാച, സൂത ഗോസ്വാമി പറഞ്ഞു, തഥാ അനന്തരം പരീക്ഷിത്, മഹാരാജാവ് പരീക്ഷിത്ത്, ദ്വിജവര്യാദിജരായ ബ്രാഹ്മണർ ശിക്ഷയ അവരുടെ ഉപദേശപ്രകാരം മഹീം ഭൂമി മഹാഭാഗവത മഹാഭക്തൻ ശശാസ ഭരിച്ചു മുമ്പ് അഥവാ ഗതകാലത്ത് യഥാ അവർ പ്രസ്താവിച്ച പോലെ ഹി നിശ്ചയമായും സൂത്യം അദ്ദേഹത്തിന്റെ ജനനസമയത്ത് അഭിജാത കോവിദ ജനനസമയത്തെ വിദഗ്ധരായ ജ്യോത്സ്യന്മാർ സമാദിശൻ അവരുടെ അഭിപ്രായം പറഞ്ഞു വിപ്രാലയോ ബ്രാഹ്മണരെയും മഹത് ഗുണ ശ്രേഷ്ഠമായ ഗുണങ്ങൾ തഥാ അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ. വിവർത്തനം ഭാവാർത്ഥം എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. സുധഗോസ്വാമി പറഞ്ഞു, അല്ലയോ വിദ്വാൻമാരായ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, അനന്തരം മഹാരാജാവ് പരീക്ഷിത്ത് ഭഗവാന്റെ ഒരു ഭക്തൻ എന്ന നിലയിൽ ഋജശ്രേഷ്ഠരായ വിൽപ്പന്ന ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം അഖില ഭുവനവും ഭരിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ജനനസമയത്ത് ജ്യോതിഷ പണ്ഡിതന്മാർ പ്രവചിച്ച ഉത്കൃഷ്ടമായ ഗുണങ്ങൾക്കനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. പരീക്ഷിത് മഹാരാജാവിന്റെ ജനനസമയത്ത് ജ്യോതിഷ പണ്ഡിതന്മാരായ ബ്രാഹ്മണർ അദ്ദേഹത്തിന്റെ ചില വൈശിഷ്ട്യ ഗുണങ്ങളെ കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചു. ഭഗവാന്റെ മഹാഭക്തനാകിയാൽ മഹാരാജാവ് പരീക്ഷിത്ത് ആ ഗുണവൈശിഷ്ട്യങ്ങളെല്ലാം വളർത്തിയെടുത്തു. യഥാർത്ഥ സവിശേഷ ഗുണം ഭഗവത് ഭക്തനായി തീരുകയാണ്. അനന്തരം മേന്മയേറിയ എല്ലാ ഗുണവൈശിഷ്ട്യങ്ങളും ക്രമേണ പുഷ്ടി പ്രാപിച്ച് കുടുംബസ്ഥിതിയിലായിത്തീരുന്നു. മഹാഭാഗവതൻ അഥവാ ഒന്നാന്തരം ഭക്തനായിരുന്ന പരീക്ഷിത് മഹാരാജാവ് ഭക്തിയുത ശാസ്ത്രത്തിൽ വിദഗ്ധൻ മാത്രമായിരുന്നില്ല, അതീന്ദ്രിയ ഉപദേശങ്ങളാൽ മറ്റുള്ളവരെ ഭഗവത് ഭക്തരാക്കി മാറ്റാൻ കഴിവുള്ളവനുമായിരുന്നു. മഹാരാജാവ് പരീക്ഷിത്ത് ഭഗവാന്റെ ഒന്നാന്തരം ഭക്തനായിരുന്നതിനാൽ രാജ്യഭരണ നിർവഹണ കാര്യങ്ങളിൽ ശാസ്ത്രങ്ങളെ ആധാരമാക്കി ഉചിതമായ ഉപദേശം നൽകാൻ തക്ക യോഗ്യതയുള്ള പണ്ഡിതരായ ബ്രാഹ്മണ ശ്രേഷ്ഠരെയും ഉത്തുംഗരായ ഋഷിവര്യന്മാരെയും സന്ദർശിക്കുക പതിവാക്കിയിരുന്നു.
ആധുനിക ജനാധിപത്യ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധിപന്മാരെക്കാൾ ഉത്തരവാദിത്തമുള്ളവരായിരുന്നു അന്നത്തെ രാജാക്കന്മാർ. എന്തെന്നാൽ അവർ വേദശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഉത്കൃഷ്ടരായ പ്രാമാണികന്മാരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ഭരണം നിർവഹിച്ചു. എന്നും ഓരോരോ പുതിയ നിയമങ്ങൾ പാസാക്കുകയും സൗകര്യപ്രദമായി അവയിൽ നിന്ന് വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന അപ്രായോഗികരായ വിഡ്ഢികളുടെ ആവശ്യമേ അന്ന് ഉണ്ടായിരുന്നില്ല. മനു, യാജ്ഞവൽക്യൻ, പരാശരൻ എന്നിവരെ പോലുള്ള ശ്രേഷ്ഠരായ മുനിമാരാലും മുക്താത്മാക്കളായ മറ്റ് ഋഷിശ്രേഷ്ഠന്മാരായാലും പൂർവമായി തന്നെ നിയമസംഹിതകൾ, ആദർശ തത്വങ്ങൾ, എല്ലാ അനുശാസനങ്ങളും നിരോധനങ്ങളും വശമാക്കപ്പെട്ടിരുന്നു. ആ ആദർശ തത്വങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങൾക്കും അനുയോജ്യമായവയുമായിരുന്നു. ആകയാൽ നിയമസംഹിതകൾ അപൂർണമോ ദൂഷ്യമോ പഴുതുകളോ ഇല്ലാത്തവയും നിലവാരമുള്ളവയും പ്രാമാണികവുമായിരുന്നു. മഹാരാജാവ് പരീക്ഷത്തിനെ പോലുള്ള രാജാക്കന്മാർക്ക് അവരുടേതായ ഉപദേശക സമിതി ഉണ്ടായിരുന്നു. ആ ഉപദേശക സമിതിയിലെ അംഗങ്ങളെല്ലാം തന്നെ ഉത്കൃഷ്ടരായ ഋഷി ശ്രേഷ്ഠന്മാരോ വിൽപ്പന്നരായ ഒന്നാന്തരം ബ്രാഹ്മണ ശ്രേഷ്ഠരോ ആയിരുന്നു. അവർ പ്രതിഫലമൊന്നും സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല അവർക്ക് അത്തരം പ്രതിഫലത്തിന്റെ യാതൊരു ആവശ്യവും നേരിട്ടതുമില്ല. മുടക്കുമുതൽ കൂടാതെ ശ്രേഷ്ഠമായ ഉപദേശം ലഭിക്കുമായിരുന്നു. അവർ സ്വതവേ സമദർശികളായിരുന്നു, അഥവാ മനുഷ്യരോടും മൃഗങ്ങളോടും സമഭാവനയുള്ളവരായിരുന്നു. അവർ രാജാവിന് ജനങ്ങളെ സംരക്ഷിക്കുവാനും പാവമൃഗങ്ങളെ വധിക്കുവാനുള്ള ഉപദേശം നൽകിയിരുന്നില്ല. അത്തരം ഉപദേശക സമിതിയിലെ അംഗങ്ങൾ മൂഢന്മാരോ മൂഢസ്വർഗം വിരാജിതമാക്കുന്ന പ്രതിനിധികളോ ആയിരുന്നില്ല. അവരെല്ലാം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരായിരുന്നു. ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും രാജ്യത്തിലെ എല്ലാ പ്രജകളും എല്ലാ ജീവജാലങ്ങളും സന്തോഷവാന്മാരായി തീരുന്നതിന് എന്തു പ്രവർത്തിക്കണമെന്ന് നല്ലവണ്ണം അറിയാവുന്നതായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ആർത്തുല്ലസിക്കുകയും ചെയ്യുന്ന ആനന്ദവാദത്തിൽ, അഥവാ ആനന്ദം മാത്രമാണ് പരമമായ ജീവിതോദ്ദേശമെന്ന് നീതിശാസ്ത്രം തൽപരരായവരായിരുന്നില്ല. ശരിയായ അർത്ഥത്തിലുള്ള ദാർശനികരും ജീവിത ലക്ഷ്യമെന്തെന്ന്, അഥവാ മാനവ ജീവിതത്തിന്റെ ദൗത്യമെന്തെന്ന് പൂർണ്ണ ബോധ്യമുള്ളവരുമായിരുന്നു. രാജാവിന്റെ ഉപദേശക സമിതിയിലെ അംഗങ്ങളെല്ലാം ഈ എല്ലാവിധ ധാർമ്മിക ബാധ്യതയ്ക്ക് വിധേയരായി പ്രവർത്തിക്കുന്നവരാവുകയാൽ രാജാവ് അഥവാ ഭരണത്തലവൻ ഭഗവാന്റെ ഉത്തമ ഭക്തൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ ക്ഷേമത്തിനായി കുലങ്കഷമായ പരിശോധന നടത്താതെ അവരെ അനുസരിക്കേണ്ടതാകുന്നു. മഹാരാജാവ് യുധിഷ്ഠിരന്റെ അഥവാ പരീക്ഷിത് മഹാരാജാവിന്റെ ഭരണകാലത്ത് ശരിക്കും ഐശ്വര്യസമ്പൂർണമായ രാജ്യമായിരുന്നു അത്. രാജ്യത്തെ മനുഷ്യനായാലും മൃഗമായാലും ശരി ആരും തന്നെ അസന്തുഷ്ടരായിരുന്നില്ല. ലോകക്ഷേമ തൽപരനായ ഒരു ഉത്തമ രാജാവായിരുന്നു പരീക്ഷിത് മഹാരാജ്. ശിലപ്രഭുപാദിക്ക് ജയ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനധാരണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യേശ്വരൻ. നമോ വിഷ്ണുപാദായ കൃഷ്ണകൃഷ്ണായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധാമി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരണ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വിവേകചന്ദ്രായ രാധികായ കൃഷ്ണായ കൃഷ്ണായ ഹരേ കൃഷ്ണ. അപ്പോ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പഠിക്കേണ്ട യുധിഷ്ഠിര മഹാരാജാവ്, ആ പരീക്ഷിത് മഹാരാജാവിന്റെ ജനനസമയത്ത് ബ്രാഹ്മണരെയും മറ്റുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെയും അവരൊക്കെ ക്ഷണിച്ചു വരുത്തുകയുണ്ടായി അല്ലെ. അവരൊക്കെ ആ കുട്ടിയെ കുറിച്ചിട്ട്, പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുകയുണ്ടായി അല്ലെ. ദൈവം ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായി തീരും അല്ലെ. നല്ല ധർമ്മിഷ്ഠനും നീതിമാനും സത്യസന്ധനും ഒക്കെ ആയിരിക്കും. ഭരണകാര്യങ്ങളിൽ അത്രയും നല്ല വൈദഗ്ധ്യമുള്ളവരായിരിക്കും അല്ലെ. നല്ല കുറെ ഗുണങ്ങൾ പറഞ്ഞിരുന്നു അവരുടെ അല്ലെ. അപ്പോ ആ ഗുണങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോ മഹാരാജാവ് പരീക്ഷിത്ത് ഉയർന്ന ഭഗവാന്റെ ഭക്തന്മാരുടെയും മറ്റ് ഋഷിമാരുടെയും അവരുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ടിട്ട്, ബ്രാഹ്മണരുടെ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടായിരുന്നു ഭരണകാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത്. പിന്നെയുള്ള മറ്റ് ശാസ്ത്രങ്ങൾ പറഞ്ഞ രീതിയിലായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോ അതുകൂടാതെ തന്നെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രജകളും എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. അപ്പൊ ഇവിടെ
പ്രഭുപാദരെ പറയുന്നു ഭാവാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാം ഓരോരോ സർക്കാർ ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കും അല്ലെ. കുറച്ച് കഴിയുമ്പം അവർക്ക് തന്നെ അതിനെ കൊണ്ട് ബുദ്ധിമുട്ടാകുമ്പോൾ ആ നിയമങ്ങൾ മാറ്റി പിന്നെ വീണ്ടും വേറെ നിയമങ്ങൾ ഉണ്ടാക്കും അല്ലെ. അങ്ങനെ ഇടയ്ക്കിടെ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യം അന്നുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഇന്നും ഓരോരോ നിയമങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു സമിതി ഉണ്ടാക്കും അല്ലെ. അതിന് കുറെ പൈസയൊക്കെ ചെലവാക്കും. എന്നാൽ അവരൊക്കെ ഉപദേശങ്ങളൊക്കെ നൽകിയിരുന്നതും ഒക്കെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ ആയിരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് ജനങ്ങൾക്കും രാജ്യത്തിനും എല്ലാവർക്കും മൃഗങ്ങൾക്കും ഒക്കെ എല്ലാറ്റിനും നല്ല രീതിയിൽ കഴിയാനായിട്ടുള്ള കാര്യങ്ങളും നിയമങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകി. ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അവരെ കുറിച്ച് പറയുന്നു, അവർ സ്വതവേ സമദർശികളായിരുന്നു, അഥവാ മനുഷ്യരോടും മൃഗങ്ങളോടും സമഭാവനയുള്ളവരായിരുന്നു. അവർ രാജാവിനെ ജനങ്ങളെ സംരക്ഷിക്കുവാനും പാവം മൃഗങ്ങളെ വധിക്കുവാനുള്ള ഉപദേശം നൽകിയിരുന്നില്ല. ഇത്തരം ഉപദേശം അംഗങ്ങൾ മൂടന്മാരോ മൂഢസ്വർഗം വിരാജിതമാക്കുന്ന പ്രതിനിധികളോ ആയിരുന്നില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റുക എന്താണ്, മൃഗങ്ങളെയൊക്കെ കൊല്ലുവാനായിട്ട് പ്രോത്സാഹനങ്ങൾ നൽകുക, അതിന് അറവശാലകളൊക്കെ തുറന്നു കൊടുക്കുക, അവർ കുറെ എന്താ പറയാ ധനസഹായങ്ങളൊക്കെ നൽകുക, അങ്ങനെ ചെയ്യുക അല്ലെ. അല്ല അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും സമഭാവനയോടെ കണ്ടിരുന്നു. ഭഗവാൻ പറയുന്നുണ്ട്, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനം. മനുഷ്യൻ മാത്രമല്ല എന്റെ അംശം പറഞ്ഞു, എല്ലാ ജീവജാലങ്ങളും എന്റെ അംശമാണെന്ന് പറഞ്ഞു അല്ലെ. ഭഗവാന്റെ അംശം തന്നെയാണ് എല്ലാവരും ഭഗവാന് പ്രിയപ്പെട്ടത്. അപ്പൊ നമുക്ക് ഒരു ജീവിയെയും കൊല്ലാനുള്ള അനുവാദമില്ല. പറയുന്നു, പരീക്ഷിത് മഹാരാജാവിന്റെ ഭരണകാലത്ത് ശരിക്കും ഐശ്വര്യ സമ്പൂർണമായ ഒരു രാജ്യമായിരുന്നു അത്. രാജ്യത്ത് മനുഷ്യനായാലും മൃഗമായാലും ശരി ആരും തന്നെ അസന്തുഷ്ടനായിരുന്നില്ല. ലോകക്ഷേമ തൽപരനായ ഒരു ഉത്തമ രാജാവായിരുന്നു മഹാരാജാവ് പരീക്ഷിത്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. അതിലുപരി നല്ല എന്താ പറയാ എല്ലാവരെയും സമഭാവനയോട് കാണുന്ന അല്ലെ. മൃഗങ്ങളായാലും ഒക്കെ അതും ഭഗവാന്റെ അംശം തന്നെയാണ് അല്ലെ. അതിനെയും സംരക്ഷിക്കണം. അത് മനുഷ്യർക്ക് സംരക്ഷണം നൽകിയിട്ട് മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ടുള്ള നിയമം പാസ്സാക്കലല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൗത്തരസ്യ തനയാ മുപയേമ ഇരാവതീം ജനമേ ജയാദീം ചതുരസ്താ സാമുത്പാദയസ്സുതാൻ. സൗത്തരസ്യ തനയാമുപയേമ ഇരാവതീം ജനമേ ജയാദീം സസ്യാമുത്പാദയസ്സുതാൻ. സൗത്തരസ്യ തനയാമുപയേമ ഇരാവതീം ജനമേ ജയാദീം സസ്യാമുത്പാദയസ്സുതാൻ. ഹരേ കൃഷ്ണ. നേരത്തെ ചൊല്ലാൻ ബാക്കിയുള്ളത് ചൊല്ലിക്കോളൂ. ശോഭ മാതാജി, ഹരേ കൃഷ്ണ ചൊല്ലിക്കോളൂ മാതാജി. കാണാൻ പറ്റുന്നില്ലേ? ചിലപ്പോ ഏറ്റവും താഴെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തത് താഴ്ത്തേണ്ടി വരും, എന്നാലേ ചൊല്ലാൻ കഴിയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കഴിയും. അത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈ താഴ്ത്തിയാൽ മതി കേട്ടോ. ചൊല്ലിക്കൊള്ളു മതച്ച്. ഹരേ കൃഷ്ണ. ചൊല്ലിക്കൊള്ളു മതച്ച്. ഹരേ കൃഷ്ണ. കാണാൻ പറ്റുന്നില്ല പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, കുറച്ച് താഴെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ശ്ലോകം തരാം. ഓക്കെ, കുഴപ്പമില്ല. അത് ഏറ്റവും അടിയിലുള്ളത്, പേജിന്റെ ഏറ്റവും അടിയിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ശ്ലോകം ചൊല്ലാം. എന്നാല് ഞാൻ ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം അടുത്ത ശ്ലോകം ചെല്ലാം എല്ലാവർക്കും കേട്ടോ. അത് ഏറ്റവും അടിയിലായിട്ടാണ്, അതായത് അതിന്റെ മുകളിലേക്ക് ആക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം നോക്കാം. അദ്ദേഹം ഉത്തരസ്യ രാജാവ് ഉത്തരയുടെ തനയാം പുത്രി ഉപയേമ പരിണയിച്ചു. ഇരാവതി ജനമേജയ ആദീൻ. മഹാരാജാവ് ജനമേജയന്റെ നേതൃത്വത്തിൽ ചതുരഹ 4 സസ്യാം അവളിൽ ഉൽപാദയത് ജനിപ്പിച്ചു സുതാൻ പുത്രന്മാരുടെ. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി പ്രഭാതിക്ക് ചെയ്യും. പരീക്ഷിത് മഹാരാജാവ് ഉത്തര രാജാവിന്റെ
പുത്രിയെ പരിണയിക്കുകയും 4 പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു. ജനമേജയ മഹാരാജാവ് അവരുടെ മൂത്ത പുത്രനായിരുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് വിജയ്. പരീക്ഷിത് മഹാരാജാവിന്റെ മാതുലനും വിരാട രാജാവിന്റെ പുത്രനുമായിരുന്നു മഹാരാജാവ് ഉത്തര. ഇരാവതി മഹാരാജാവ് ഉത്തരയുടെ പുത്രിയാകിയാൽ പരീക്ഷിത് മഹാരാജാവിന്റെ മാതുല പുത്രിയായിരുന്നു. ഒരേ ഗോത്രത്തിൽ അഥവാ ഒരേ കുലത്തിലല്ലാത്ത പക്ഷം മാതുലപുത്രന്മാരും മാതുലപുത്രിമാരും തമ്മിലുള്ള വിവാഹം അനുവദനീയമായിരുന്നു. വേദസമ്പ്രദായം അനുസരിച്ചുള്ള വിവാഹത്തിൽ കുലം, ഗോത്രം എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മാതുലപുത്രിയായിരുന്നിട്ട് കൂടി അർജുനൻ സുഭദ്രയെ പാണിഗ്രഹണം ചെയ്തു. ജനമേജയനെ കുറിച്ച് പ്രഭുപാദരോട് വിവരിക്കുന്നു. രാജർഷിമാരിൽ ഒരുവനും മഹാനായ പരീക്ഷിത് രാജാവിന്റെ പുത്രനുമായ ജനമേജയ രാജാവിന്റെ മാതാവിന്റെ നാമം ഇരാവതി അഥവാ മാദ്രവതി എന്നാണ്. നാദാനികൻ, ശംഖുകർണൻ എന്നീ 2 പുത്രന്മാർക്ക് ജനമേജയ മഹാരാജാവ് ജന്മം നൽകി. പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ അദ്ദേഹം നിരവധി യജ്ഞങ്ങൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്നീ 3 ഇളയ സഹോദരന്മാരുണ്ടായിരുന്നു. അദ്ദേഹം തക്ഷശില അഥവാ അജന്ത ആക്രമിക്കുകയും തന്റെ ശ്രേഷ്ഠനായ പിതാവ് മഹാരാജാവ് പരീക്ഷത്തിന്റെ മേലുള്ള നിയമാനുസാരമല്ലാത്ത ശാപത്തിന്മേൽ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. തന്റെ പിതാവിന്റെ മരണത്തിന് കാരണക്കാരായ തക്ഷകൻ ഉൾപ്പെടെയുള്ള സർപ്പവംശങ്ങളെ ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹം മഹത്തായ സർപ്പയജ്ഞം അനുഷ്ഠിച്ചു. സ്വാധീന ശക്തിയുള്ള അനേകം ദേവന്മാരുടെയും സന്യാസിമാരുടെയും അഭ്യർത്ഥന മാനിച്ച് സർപ്പവംശങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള തന്റെ തീരുമാനത്തിന് അദ്ദേഹം മാറ്റം വരുത്തി. യാഗം അഥവാ യജ്ഞം അവസാനിപ്പിച്ചുവെങ്കിലും യാഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും യഥോചിതമായ പാരിതോഷികങ്ങൾ നൽകി സംതൃപ്തരാക്കി. യജ്ഞത്തിൽ സന്നിഹിതനായിരുന്ന മഹാമുനി വ്യാസദേവൻ രാജാവിനെ കുരുക്ഷേത്ര യുദ്ധചരിതങ്ങളെ കുറിച്ച് സ്വയം വർണ്ണിച്ചു കൽപ്പിച്ചു. പിന്നീട് വ്യാസദേവന്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന്റെ ശിഷ്യൻ വൈശമ്പായനൻ മഹാഭാരത കഥ രാജാവിനെ വിവരിച്ചു കൊടുത്തു. തന്റെ മഹാനായ പിതാവിന്റെ അകാല മൃത്യുവിൽ അത്യന്തം ദുഃഖാകുലനായ അദ്ദേഹം പിതാവിനെ വീണ്ടും കാണാനുള്ള ഇംഗിതം മഹാമുനി വ്യാസദേവനെ അറിയിച്ചു. വ്യാസദേവൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റും. അദ്ദേഹം സ്വപിതാവിനെയും വ്യാസദേവനെയും അത്യന്തം ആദരവോടെയും പ്രതാപത്തോടെയും പ്രണമിക്കുകയും ചെയ്തു. പൂർണ്ണ സംതൃപ്തനായ അത്യുദാരമതിയായ അദ്ദേഹം യജ്ഞത്തിൽ സന്നിഹിതരായിരുന്ന എല്ലാ ബ്രാഹ്മണർക്കും കൈനിറിയ പാരിതോഷികം നൽകി. ശ്രീല പ്രഭുപാദ് വിജയ്. പരീക്ഷിത് മഹാരാജാവിന്റെ പുത്രൻ ജനമേജയൻ പരീക്ഷിത് മഹാരാജാവിനെ ശൃംഗി ശപിക്കുകയുണ്ടായി അല്ലെ, ഒരു തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്നുള്ള കാര്യം അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ ആ സർപ്പവംശത്തെ തന്നെ ഇല്ലാതാക്കാനായിട്ട് മഹായജ്ഞം നടത്തുകയുണ്ടായി എന്ന് പറഞ്ഞു. സർപ്പയജ്ഞം നടത്തുകയുണ്ടായി. അപ്പൊ എന്നാല് ഇത് തടയുകയുണ്ടായി. ബ്രാഹ്മണരും വ്യാസദേവനും മറ്റുള്ള മുതിർന്നവരൊക്കെ ഇതിനെ തടയുകയുണ്ടായി. അപ്പൊ അങ്ങനെ ചെയ്യരുതെന്ന് പറയും, അത് നിർത്തുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് വ്യാസദേവന്റെ തന്നെ ശിഷ്യനായിട്ടുള്ള വൈശമ്പായനൻ മഹാഭാരത കഥയൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ജനമേജയന്. പിന്നീട് അദ്ദേഹം തന്റെ പിതാവായ പരീക്ഷിത് മഹാരാജാവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തെ കാണാനും ഒക്കെ സാധിക്കുകയുണ്ടായി എന്ന് പറയുന്നു. പിന്നീട് ആ യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ബ്രാഹ്മണർക്കൊക്കെ പാരിതോഷികങ്ങളൊക്കെ നൽകി. ജനമേജയ മഹാരാജാവ് അദ്ദേഹം നമ്മുടെ ഗുരുവായൂരിലുള്ള ലീലയിലും പറയും അല്ലെ, അദ്ദേഹം അവിടെ ഗുരുവായൂരപ്പനെ ഭജനമിരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആജാഹാരാശ്വമേധാം സ്ത്രീൻ ഗംഗയാം ഭൂരിദക്ഷിണാൻ ശാരദം ഗുരും കൃത്വാ ദേവായത്രാശി ഗോചരഃ. ആജഹാരാശ്വമേധാം സ്ത്രീൻ ഗംഗായാം ഭൂരിദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവായത്രാശി ഗോചരഃ. ഹരേ കൃഷ്ണ. നേരത്തെ ചൊല്ലാൻ ബാക്കിയുള്ളവർക്ക് ചൊല്ലിക്കൊള്ളുന്നു. ശോഭ മാതാജി ചൊല്ലിക്കൊള്ളുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആജാഹാരാശ്വമേധാം സ്ത്രീം ഗംഗായാം
दक्षिणान् शारद्वतं गुरुं कृत्वा देवायत्र अक्षिगोचरा हरे कृष्ण हरे कृष्ण शारदा जी नंबूद्री माता जी हरे कृष्ण चलिए माता जी अनम्यूट शारदा जी चलिए हरे कृष्ण प्रभु जी। हरे कृष्ण अजहाराष्टमेधास्त्रीन् गंगायां पूरि दक्षिणान् शारदत्वं गुरुं कृत्वा देवा यत्र श्री गोचरः। हरे कृष्ण प्रभु जी। हरे कृष्ण माता जी ओके मालती माता जी चलिए माता जी हरे कृष्ण प्रभु जी। हरे कृष्ण चलिए ओम नमो भगवते वासुदेवाय। आजहाराशर्मेधास्त्रीन् गंगायां भूरि दक्षिणां शारद्वजं गुरुं कृत्वा देवा यत्राक्षि गोचरा। हरे कृष्ण प्रभु जी। हरे कृष्ण श्रीदेवी जी माता जी हरे कृष्ण चलिए माता जी हरे कृष्णा प्रभु जी। ओम नमो भगवते वासुदेवाय। आजहाराश्वमेधां स्त्रीं गंगायां भूरि दक्षिणां शारद्वतं गुरुं कृत्वा देवा यत्राक्षि गोचराः। हरे कृष्णा हरे कृष्ण माता जी तंगमणि माता जी हरे कृष्ण चलिए माता जी हरे कृष्ण प्रभु जी। हरे कृष्ण ओम नमो भगवते वासुदेवाय। आजहाराश्वमेधां स्त्रीन् गंगायां भूरि दक्षिणान् शारद्वतं गुरुं कृत्वा देवा यत्राक्षि गोचराः। हरे कृष्ण हरे कृष्ण सती देवी माता जी हरे कृष्ण चलिए हरे हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। आजहाराश्वमेधां स्त्रीन् गंगायां भूरि दक्षिणान् शारदत्तं गुरुं कृत्वा देवायत्राक्षि गोचरः। हरे कृष्ण प्रभु जी। हरे कृष्ण प्रतिभा माता जी चलिए माता जी हरे कृष्ण प्रभु। हरे कृष्ण चलिए ओम नमो भगवते वासुदेवाय। आजहाराश्वमेधां श्री गंगायां भूरि दक्षिणान् शारद्वं गुरुं कृत्वा देव यत्र श्रीगोचरः। हरे कृष्ण प्रभु। हरे कृष्ण जी सीतारामन माता जी हरे कृष्ण जी हरे कृष्ण प्रभु जी। हरे कृष्ण ओम नमो भगवते वासुदेवाय। आजहाराश्वमेधां स्त्रीन् गंगायां भूरि दक्षिणान् शारदत्वं गुरुं कृत्वा देवायत्राक्षि गोचराः। हरे कृष्ण प्रभु जी। हरे कृष्ण जी असुला माता जी चलिए माता जी हरे कृष्ण प्रभु जी। हरे कृष्ण ओम नमो भगवते वासुदेवाय। आजहाराश्वमेधां स्त्रीन् गंगायां भूरि दक्षिणान् शारद्वतं गुरुं कृत्वा देवा यत्राक्षि गोचराः। हरे कृष्ण। हरे कृष्ण मल्लिका माता जी हरे कृष्ण जी हरे कृष्ण प्रभु जी। हरे कृष्ण आजहाराश्वमेधां स्त्रीन् गंगायां भूरि दक्षिणान् शारद्वतं गुरुं कृत्वा देवा यत्राक्षि गोचरा। हरे कृष्ण प्रभु जी। हरे कृष्ण वत्सला शाजी माता जी हरे कृष्ण जी हरे कृष्ण प्रभु जी। चलिए ओम नमो भगवते वासुदेवाय। आजहाराश्वमेधां स्त्रीन् गंगायां भूरि दक्षिणान् शारद्वतं गुरुं कृत्वा देवा यत्राक्षि गोचराः। हरे कृष्ण प्रभु जी। हरे कृष्ण श्री रंजनी माता जी हरे कृष्ण चलिए माता जी हरे कृष्ण। हरे कृष्ण नमो भगवते वासुदेवाय। आजहाराश्वमेधां स्त्रीन् गंगायां भूरि दक्षिणान् शारद्वतं गुरुं कृत्वा देवायत्राक्षि गोचराः। हरे कृष्ण। हरे कृष्ण बिंदु भवन माता जी हरे कृष्ण चलिए हरे कृष्ण प्रभु जी। हरे कृष्ण ओम नमो भगवते वासुदेवाय। आजहाराश्वमेधां स्त्रीन् गंगायां भूरि दक्षिणान्
ശാരദ്വം ഗുരും കൃത്വാ ദേവായത്രാക്ഷി ഗോചരഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗിരിജ സുമാരമന്ദജി ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ആജഹാരാശമേധാം ശ്രീൻ ഗംഗായാം ഭൂരി ദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവായത്രാക്ഷി ഗോചരാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സലഗോപാല മാതാജി ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആജഹാരാശ്വമേധാസ്ത്രീം ഗംഗായാം ഭൂരി ദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവായത്രാക്ഷി ഗോചരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാമചന്ദ്ര പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ആജഹാരശ്വമേധാം സ്ത്രീൻ ഗംഗായാം ഭൂരി ദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവായാത്രാക്ഷി ഗോചരാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. വത്സലാം മാതാജി ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കേൾക്കാം, ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. കേൾക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ. ശോഭ പ്രദീപ് മാതാജി ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആജഹാര അശ്വമേധാം ശ്രീ ഗംഗയാം പുരി ദക്ഷിണാൻ ശാരദത്വം ഗുരു കൃത്വാ ദേവായത്രാക്ഷി ഗോചരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ, നമുക്ക് ഈ ശ്ലോകത്തിന്റെ പദാനുപദാർത്ഥം വിവർത്തനം ഭാഗത്ത് നോക്കാം. ആജഹാര അനുഷ്ഠിച്ചു, അശ്വമേധ യജ്ഞങ്ങൾ, 3 ഗംഗായാം ഗംഗാനദി തീരത്ത്, പൂരി മതിയാവോളം, ദക്ഷിണാൻ പാരിതോഷികങ്ങൾ, ശാരദത്വം കൃപാചാര്യർക്ക്, ഗുരും ആത്മീയാചാര്യൻ, കൃത്വ തിരഞ്ഞെടുത്ത ശേഷം, ദേവാഹ ദേവന്മാർ, യത്രം ഏതു സ്ഥാനത്ത്, അക്ഷി നേത്രങ്ങൾ, ഗോചരഹ പ്രവർത്തന രംഗത്തിൽ നിന്നുള്ള അധികാര പരിധിക്കുള്ളിൽ. വിവർത്തനം ഭാവാർത്ഥം എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് വിജയ്. മാർഗനിർദ്ദേശം നൽകുന്ന തന്റെ ആത്മീയ ഗുരുവായി കൃപാചാര്യരെ തെരഞ്ഞെടുത്ത ശേഷം മഹാരാജാവ് പരീക്ഷിത്ത് ഗംഗാനദി തീരത്ത് 3 അശ്വമേധ യാഗങ്ങൾ നടത്തി. പങ്കെടുത്തവർക്ക് മതിയായവോളം പാരിതോഷികങ്ങൾ നൽകിയാണ് അവ നിർവഹിച്ചത്. മാത്രവുമല്ല, ഈ യാഗങ്ങളിൽ സാമാന്യ ജനത്തിന് പോലും ദേവന്മാരെ ദർശിക്കുവാൻ കഴിയും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് വിജയ്. ഉന്നത ലോകത്തിലെ നിവാസികൾക്ക് ഗോളാന്തര യാത്ര സുഗമമാണെന്ന് ഈ ശ്ലോകത്തിൽ നിന്നും വ്യക്തമാകുന്നു. പ്രഭാവശാലികളായ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും യജ്ഞങ്ങളിൽ പങ്കെടുക്കാനായി സ്വർഗലോകവാസികളായ ദേവന്മാർ പതിവായി ഭൂമി സന്ദർശിച്ചിരുന്നത് നാം ഭാഗവതത്തിലെ നിരവധി പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയും പരീക്ഷിത് മഹാരാജാവിന്റെ അശ്വമേധ യജ്ഞാനുഷ്ഠാന വേളയിൽ സാമാന്യ ജനങ്ങൾക്ക് പോലും യജ്ഞാനുഷ്ഠാനത്തിന്റെ പുണ്യഫലമായി മറ്റു ലോകങ്ങളിലെ ദേവന്മാരെ ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. സാമാന്യ ജനങ്ങൾക്ക് ഭഗവാൻ അദൃശ്യൻ എന്ന പോലെ ദേവന്മാരും അഗോചരരാണ്. ഭഗവാൻ അദ്ദേഹത്തിന്റെ അഹിതവുമായ കാരണത്താൽ സാമാന്യ ജനങ്ങളുടെ ദൃഷ്ടിക്ക് ഗോചരമാകും വിധം അവരോഹണം ചെയ്ത് അവതരിക്കുന്നത് പോലെ മറ്റു ദേവന്മാരും അവരുടെ സ്വന്തം കൃപയാൽ സാമാന്യ ജനങ്ങൾക്ക് ഗോചരരായി തീർന്നു. ഭൂലോകവാസികളുടെ നഗ്ന നേത്രങ്ങൾക്ക് സ്വർഗലോകവാസികളായ ദേവന്മാർ അഗോചരരെങ്കിലും മഹാരാജാവ് പരീക്ഷത്തിന്റെ പ്രേരണയാൽ സാമാന്യ ജനങ്ങൾക്ക് ഗോചരരായി തീരുവാൻ ദേവന്മാർ സമ്മതിച്ചു. മഴമേഘങ്ങൾ വർഷിക്കുന്നത് പോലെ അത്തരം യജ്ഞാനുഷ്ഠാന വേളകളിൽ രാജാക്കന്മാർക്ക് യഥേഷ്ടം ദാനം ചെയ്യുന്നത് പതിവായിരുന്നു. ജലത്തിന്റെ മറ്റൊരു രൂപമാണ് മേഘം. അന്യഥ ഭൂമിയിലെ ജലം മേഘമായി രൂപാന്തരപ്പെടുന്നു. അതുപോലെ ഇത്തരം യജ്ഞാനുഷ്ഠാന സന്ദർഭങ്ങളിൽ രാജാക്കന്മാർ നൽകുന്ന ദാനം പ്രജകളിൽ നിന്നും ശേഖരിക്കുന്ന നികുതി തന്നെയാണെന്ന് പറയാം. എന്നാൽ യഥേഷ്ടം മഴ പെയ്യുന്നത് ആവശ്യത്തിലധികം എന്ന പോലെ രാജാക്കന്മാർ നൽകുന്ന അത്തരം ദാനധർമ്മങ്ങൾ പ്രജകളുടെ ആവശ്യങ്ങൾക്ക് അധികമാണെന്ന് കാണാം. സംതൃപ്തരായ പ്രജകൾ രാജാവിന് എതിരെ കലാപത്തിനായി സംഘടിക്കുകയില്ല.
അതിനാൽ രാജാവിന്റെ പരമാധികാര ഭരണം മാറ്റേണ്ട ആവശ്യം ഉണ്ടാകുന്നതുമില്ല. പരീക്ഷിത് മഹാരാജാവിനെ പോലൊരു രാജാവിന് പോലും മാർഗനിർദ്ദേശത്തിനായി ആത്മീയാചാര്യന്റെ ആവശ്യം നേരിട്ടു. അത്തരം മാർഗനിർദ്ദേശം കൂടാതെ ആർക്കും തന്നെ ആത്മീയ പുരോഗതി ഉണ്ടാക്കാൻ സാധ്യമല്ല. ആത്മീയ ഗുരു നിശ്ചയമായും ഉത്തമ വിശ്വാസയോഗ്യനും ആധികാരികതയും ആത്മാർത്ഥതയും ഉള്ളവനും ആയിരിക്കണം. ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ഏതൊരുവരും യഥാർത്ഥ വിജയം വരിക്കുവാൻ നിശ്ചയമായും ഉത്തമ വിശ്വാസയോഗ്യനായ ആത്മാർത്ഥതയുള്ള ആത്മീയ ഗുരുവിനെ അഭയം പ്രാപിക്കണം. ശ്രീല പ്രഭുപാദ് ജയ്. ഇവിടെ പരീക്ഷിത് മഹാരാജാവിന്റെ അശ്വമേധ യാഗം നടത്തിയപ്പോൾ അതിൽ ദേവന്മാരൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞു അല്ലെ. സോ സാധാരണ ജനങ്ങൾക്ക് പോലും ദേവന്മാരെ ദർശിക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നു. പരീക്ഷിത് മഹാരാജാവിന്റെ ആ കാരുണ്യം കൊണ്ട് അദ്ദേഹം ആ ദേവന്മാരെ ക്ഷണിക്കും, അവരൊക്കെ ആ യജ്ഞങ്ങൾ നടക്കുന്നിടയ്ക്ക് എത്തിച്ചേരിക്കും. അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് പോലും ദേവന്മാരൊക്കെ കാണാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നു. ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രജകളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് തന്നെ അവർ ഒരിക്കലും രാജാവിനെതിരെ കലാപത്തിനായിട്ട് സംഘടിക്കുകയുണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പൊ ഇവിടെ പ്രഭുപാദർ പറയുന്നു, ഒരു ഗുരുവിന്റെ ആത്മീയ ആചാര്യന്റെ പ്രാധാന്യത്തെ കുറിച്ച് എടുത്തു പറയുന്നു. പരീക്ഷിത് മഹാരാജാവിനെ പോലൊരു രാജാവിന് പോലും മാർഗനിർദ്ദേശത്തിനായി ആത്മീയ ആചാര്യന്റെ ആവശ്യം നേരിട്ടു എന്ന് പറയും. അത്തരം മാർഗനിർദ്ദേശം കൂടാതെ ആർക്കും തന്നെ ആത്മീയ പുരോഗതി ഉണ്ടാക്കാൻ സാധ്യമല്ല. ആത്മീയ ഗുരു നിശ്ചയമായും ഉത്തമ വിശ്വാസയോഗ്യനും ആധികാരിക ആത്മാർത്ഥയും ഉള്ളവരാണ്. ഒരു ഗുരു വേണം എന്നുള്ള കാര്യം നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിച്ചു അല്ലെ. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശത്തെ നമ്മളൊരു ഗുരുവിനെ സമീപിച്ച്, ഒരു യഥാർത്ഥ ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിന് സേവനങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൽ നിന്നും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അപ്പോ ഭഗവാൻ തന്നെ ഒരു ഗുരുവിനെ സ്വീകരിച്ച് കാണിച്ചു തരികയുണ്ടായി അല്ലെ. സാന്ദീപനിയുടെ ആശ്രമത്തിൽ പോയിട്ട് കൃഷ്ണനും ബലരാമനും 64 ദിവസം കൊണ്ട് 64 കലകൾ പഠിക്കുക. എല്ലാം അറിയുന്ന ഭഗവാൻ നമുക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് അല്ലെ. അല്ലാണ്ട് ഭഗവാൻ ഒന്നും അറിയാനിട്ടാണോ അല്ല അല്ലെ. നമ്മള് 15 പഠിക്കുന്നുണ്ട്. സർവസ്യചാഹം സന്നിവിഷ്ട മത്ത സ്മൃതി ജ്ഞാനം അബോധനം വേദേശ സർവേരഹമേവ വേദ്യോ വേദാന്ത വേദ വിദേവച അല്ലെ. വേദങ്ങളിലൂടെയൊക്കെ അറിയപ്പെടുന്ന ഭഗവാനാണ്. എല്ലാ വേദങ്ങളും ഉണ്ടാക്കിയത് ഭഗവാനാണ്. എല്ലാ വേദങ്ങളിലൂടെ അറിയപ്പെടുന്നത് ഭഗവാനെ കുറിച്ചാണ്. അങ്ങനത്തെ ആ ഭഗവാനാണ് ഒന്നും അറിയാതെ കുട്ടിയെ പോലെ പോയിട്ട് സന്ദീപനിമനെയും ഇന്നെല്ലാം പഠിച്ചറിയുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചപ്പോഴും ഈശ്വരപുരിയെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാല് എല്ലാവരും ഒരു ഗുരുവിനെ സ്വീകരിച്ചു അല്ലെ. ഒരു യഥാർത്ഥ ഗുരുവിനെ മാത്രമേ നല്ല രീതിയിൽ ആത്മീയമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഉപദേശങ്ങൾ നൽകാനായിട്ട് സാധിക്കും. അപ്പോ പ്രഭുപാദരിയുടെ പറയുന്നു, ആത്മീയ പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗുരുവിനെ തീർച്ചയായിട്ടും സ്വീകരിക്കണം എന്ന് പറഞ്ഞു. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദ യസ്യ അപ്രസാദ നഗതികുതോ. ഗുരു അഷ്ടത്തിലെ അവസാനത്തെ വരികളിൽ പറയുന്നു, ഗുരുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ലഭിക്കും, വേഗത്തിൽ ലഭിക്കും. ഗുരുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ലഭിക്കുക പ്രയാസമാണ്. ഗുരു നമ്മൾ പഠിച്ചു അല്ലെ. ഭഗവാന്റെ പ്രതിനിധി തന്നെയാണ് ഗുരു എന്ന് പറയുന്നത്. നിത്യാനന്ദ പ്രഭു ബലരാമനാണ് ആദിഗുരു. അപ്പോ ഒരു യഥാർത്ഥ ഗുരുവിനെ സ്വീകരിക്കുന്നവർ അല്ലെ. ധാരാളം കപട ഗുരുക്കന്മാരെ കാണാം. അങ്ങനെയല്ല, ശ്രീല പ്രഭുപാദർ ആണ് നമ്മുടെ എല്ലാവരുടെയും ഗുരു. ശ്രീല പ്രഭുപാദർക്ക് അനേകം ശിഷ്യന്മാരുണ്ട്. സന്യാസ ദീക്ഷയൊക്കെ കൊടുത്തിട്ട് എല്ലാ ശിഷ്യന്മാരെ സ്വീകരിക്കാനായിട്ട് പ്രഭുപാദർ തന്നെ നിയമിച്ചിട്ടുള്ള ധാരാളം ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരുണ്ട്, മഹാരാജാക്കന്മാരുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ നമുക്ക് ദീക്ഷ എടുക്കാം. അവരൊക്കെ ആ പരമ്പരയിൽ വരുന്നതാണ് അല്ലെ. ഒരു ഗുരു നമ്മള് ഭാഗവത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ അല്ലെ. 5:5-18 ഭാഗവത്തിൽ പറയുന്നു, ഗുരു സസ്യ സ്വജനേന സസ്യ പിതാന സസ്യ ജനനീന ദൈവന്ന തസ്യ നപദീശ സസ്യ നമോചയതേ സമുപേത മൃത്യു നമോചയതേ സമുപേത. നമ്മളെ ജന്മമരണ ചക്രത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഗുരുവാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്. അങ്ങനെയല്ല, കഴിയുന്നില്ലെങ്കിൽ ആ ഗുരു യഥാർത്ഥ ഗുരുവല്ല. നമ്മുടെ അച്ഛനമ്മമാരെന്ന് പറയുന്നത് അവർ യഥാർത്ഥ മാതാപിതാക്കളല്ല. ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഭാര്യയെ ജന്മമരണ ചക്രത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ലെങ്കിൽ
യഥാർത്ഥ ഭർത്താവല്ല, പുത്രന്മാരെ അല്ലെ മക്കളെ ജന്മമരണ ചക്രത്തിൽ രക്ഷിക്കുന്നില്ല. അവർ യഥാർത്ഥ മാതാപിതാക്കളെല്ലാം ദേവന്മാരെന്ന് പറയുന്നവർക്ക് അവർക്കും തങ്ങളെ ശരണം പ്രാപിക്കുന്നവരെ ജന്മമരണ ചക്രത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞാൽ അവരും യഥാർത്ഥ ദേവന്മാരെല്ലാം. അപ്പോ ആർക്കെ നമ്മളെ ജന്മമരണ ചക്രത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും? ഭഗവാന് മാത്രമേ സാധിക്കും അല്ലെ. എങ്ങനെയാണ്? ഒരു ഗുരുവിലൂടെ അല്ലെ. ഗുരുവാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് ശരിയായ രീതിയിൽ പറഞ്ഞു തരികയും നമുക്ക് ഭക്തി സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഊർജം നൽകുകയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഗുരുവിന്റെ കാരണം കൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ പരമ്പരയിൽ നിന്ന് വരുന്ന ഗുരുവിനെ സ്വീകരിക്കും. ഇനി നമുക്ക് നാലാമത്തെ ഉത്സവം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിജാഗ്രാഹോജസാ വീര കലിം ദിക്ചൈകചിത് നൃപലിംഗധരം ശൂദ്രം ഗ്രന്ഥം ഗോമിഥുനം വദാ. നിജഗ്രാഹോജസാ വീര കലിം ദിക്ചൈകചിത് നൃപലിംഗധരം ശൂദ്രം ഗ്രന്ഥം ഗോമിഥുനം പദാ. നിജഗ്രാഹ പര്യാപ്തമാവിധം ശിക്ഷിച്ചു. ഓജസ പൗരുഷത്താൽ വീര ധീരനായകൻ കലിം കലിയെ ദിഗ്വിജയെ ലോകം കീഴടക്കാനായി സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ മാർഗമധ്യേ ക്വചിത് ഒരിക്കൽ നൃപലിംഗധരം ഒരു രാജാവിന്റെ വേഷത്തിൽ കടന്നു പോകുന്നവൻ ശൂദ്രം ശൂദ്രൻ നന്ദം ഉപദ്രവിക്കുന്നു. ഗോമിഥുനം ഒരു പശുവിനെയും കാളയെയും പദാ കാലിൽ. ഒരിക്കൽ നിവർത്തനം ഭാവാർത്ഥം എസ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിക്ക് ഒരിക്കലും പരീക്ഷിത് മഹാരാജാവ് ലോകം കീഴടക്കുവാനുള്ള അദ്ദേഹത്തിന്റെ മാർഗമധ്യേ ശൂദ്രനേക്കാളും താഴ്ന്നവനായ കലിയുഗ അധിപൻ ഒരു രാജാവിനെ പോലെ കപടം വേഷം ധരിച്ച് ഒരു കാളയുടെയും പശുവിന്റെയും കാലിൽ ക്ഷതമേൽപ്പിച്ച് അവയെ ദ്രോഹിക്കുന്നത് കാണാനിടയായി. ഉടൻ തന്നെ അദ്ദേഹം ഉചിതമായ ശിക്ഷ നൽകാനായി അവനെ പിടിച്ചു കെട്ടി. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ലോകം കീഴടക്കാനുള്ള രാജാവിന്റെ പുറപ്പാടിന്റെ ഉദ്ദേശം സ്വന്തം ഉന്നതിയിലല്ല. സിംഹാസനാരൂഢനായ ശേഷം മഹാരാജാവ് പരീക്ഷത്തിൽ ലോകം കീഴടക്കാനായി പുറപ്പെട്ടു. എന്നാൽ അത് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നില്ല. അദ്ദേഹം ലോകത്തിന്റെ ചക്രവർത്തിയും എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ ശാസനത്തിന് കീഴിലുമായിരുന്നു. ഈശ്വരഭക്തി അടിസ്ഥാനമാക്കി ഭരണം നിർവഹിക്കപ്പെടുന്ന ധർമ്മരാജ്യത്ത് കാര്യങ്ങൾ എപ്രകാരമൊക്കെയാണ് നേരിട്ട് അറിയുകയാണ് അദ്ദേഹത്തിന്റെ ഈ പുറപ്പാടിന്റെ ഉദ്ദേശം. രാജാവ് ഭഗവാന്റെ പ്രതീതി ആകയാൽ ഭഗവതേച്ഛ യഥാവിധി നിർവഹിക്കേണ്ടതാകുന്നു. അതിനാൽ സ്വന്തം അഭ്യുദയത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ശൂദ്രനായ ഒരുവൻ ഒരു രാജാവിനെ പോലെ കപടവേഷം ധരിച്ച് ഒരു പശുവിന്റെയും കാളയുടെയും കാലിൽ ക്ഷതമേൽപ്പിച്ച് അവയെ ദ്രോഹിച്ച് രസിക്കുന്നത് കണ്ട മഹാരാജാവ് പരീക്ഷിത്ത് തൽക്ഷണം അയാളെ പിടികൂടുകയും ശിക്ഷിക്കുകയും ചെയ്തു. ഏറ്റവും ശ്രേഷ്ഠ മൃഗമായ പശുവിനെ അപമാനിക്കുന്നതോ ദ്രോഹിക്കുന്നതോ ഏറ്റവും പ്രാമുഖ്യമുള്ള വ്യക്തിയായ ബ്രാഹ്മണനെ അനാദരിക്കുന്നതോ രാജാവ് ക്ഷമിക്കുകയില്ല. ബ്രാഹ്മണീയ സംസ്കാരം അഭിവൃദ്ധിപ്പെടുത്തുകയും അത് നിലനിർത്തുകയാണ് മാനവ സംസ്കാരം അർത്ഥമാക്കുന്നത്. അതിൽ ഗോര സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. പാലിനൊരു അത്ഭുത ഗുണമുണ്ട്. അതിൽ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ അവശ്യ പോഷക ഘടകങ്ങളും അടങ്ങും. സത്വഗുണം വളർത്തിയെടുക്കാൻ തക്ക വിജ്ഞാനം മനുഷ്യൻ സ്വായത്തമാക്കുമ്പോൾ മാത്രമാണ് ബ്രാഹ്മണീയ സംസ്കാരം അഭിവൃദ്ധിപ്പെടുന്നത്. അതിന് പാലും പഴങ്ങളും ധാന്യങ്ങളും കൊണ്ട് തയ്യാറാക്കിയ ഭോജ്യവസ്തുക്കളുടെ അടിസ്ഥാന ആവശ്യമുണ്ട്. ഒരു കറുത്ത ശൂദ്രൻ രാജാവിനെ പോലെ കപടവേഷം ധരിച്ച് മാനവ സമൂഹത്തിലെ അത്യന്തം ശ്രേഷ്ഠ മൃഗമായ പശുവിനെ ദ്രോഹിക്കുന്നത് ദർശിച്ച പരീക്ഷിത് മഹാരാജാവ് അമ്പരന്ന് പോയി. ദുർഭരണവും കലഹവും കലിയുഗത്തെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ ഉത്കർഷേച്ഛയില്ലാത്ത താഴ്ന്ന കുലത്തിന്റെ ഗുണഗണങ്ങളോട് കൂടിയ വില കുറഞ്ഞ മനുഷ്യർ രാജ്യഭരണങ്ങളുടെ പ്രധാന സൂത്രധാരത്വം വഹിക്കുന്നതാണ് എല്ലാ ദുർഭരണങ്ങളുടെയും കലഹങ്ങളുടെയും മൂലകാരണം. രാജാവിന്റെ പദവിയിലിരിക്കുന്ന അത്തരം മനുഷ്യർ നിശ്ചയമായും ആദ്യം ഗോക്കളെയും ബ്രാഹ്മണീയ സംസ്കാരത്തെയും ഹിംസിക്കുക തന്നെ ചെയ്യും. അപ്രകാരം അവർ മുഴുവൻ സമൂഹത്തെയും കഠിനമായി പ്രഹരിച്ച് നരകത്തിലേക്ക് നയിക്കുന്നു. ലോകത്തിലെ സർവ്വ കലഹങ്ങളുടെയും മൂല കാരണം എന്തെന്ന് മണത്തറിയാൻ പരിശീലനം സിദ്ധിച്ച മഹാരാജാവ് പരീക്ഷത്തിന് കഴിഞ്ഞു. ആകയാൽ അദ്ദേഹം ആരംഭം മുതൽ തന്നെ കലിയുഗത്തിന് വിരാമമിടാൻ ആഗ്രഹിച്ചു. ചില പ്രഭാതിക്ക് ഇവിടെ പരീക്ഷിത് മഹാരാജാവ് കാണുന്നു, ഒരു രാജാവിനെ പോലെ കപടവേഷം ധരിച്ച ഒരു കാളയുടെയും പശുവിന്റെയും കാലിൽ ക്ഷതമേൽപ്പിച്ച് അവയെ ദ്രോഹിക്കുന്നത് കാണാനിടയായി എന്ന് പറയുന്നു.
ശൂദ്രനേക്കാളും താഴ്ന്നവനായ കലിയുഗ അധിപൻ അല്ലെ, കലിപുരുഷൻ. അദ്ദേഹം ഒരു പശുവിനെയും കാളയെയും ക്ഷതമേൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോ മഹാരാജാവ് പരീക്ഷിത്ത് എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുന്നത് അവിടെയൊക്കെ ശരിയായ രീതിയിലാണോ ഭരണം നടക്കുന്നത്, എല്ലാ പ്രജകൾക്കും സംരക്ഷണം നൽകുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അല്ലാതെ എല്ലാ രാജ്യങ്ങളും ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, രാജാവും എന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഭഗവാന്റെ പ്രതിനിധിയാണ് രാജാവ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഭരണം നിർവഹിക്കണം. ഇവിടെ പ്രഭുപാദർ പറയുന്നു, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മൃഗമാണ് പശു അല്ലെ. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പശുവും ബ്രാഹ്മണൻ. നമോ ബ്രഹ്മണ്യ ദേവായ ഗോബ്രാഹ്മണ ഹിതായ ജഗത്തിലായ കൃഷ്ണായ ഗോവിന്ദായ നമോ. ഭഗവാന്റെ പ്രണാമമാണ് പ്രാർത്ഥനകൾ പറയുന്നത്. അപ്പോ ഗോക്കൾക്കും പശുവിനും സംരക്ഷണം നൽകുന്നതാണ് ഭഗവാൻ. ഭഗവാന് പ്രിയപ്പെട്ടതാണ് ഇവർ രണ്ടുപേരും അല്ലെ. ഇവരെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവിടെ എന്താ പറയാ, ധർമ്മച്യുതി സംഭവിക്കും അല്ലെ. അവിടെ അധർമ്മങ്ങളാണ് നടക്കുക. അവിടെ എന്താ പറയാ, അതിന്റെ ഭവിഷ്യത്തുകൾ ആ രാജ്യത്ത് നേരിടേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പ്രഭാതരിയുടെ പറയുന്നു, പാലിന് ഗോസംരക്ഷണം അത്യന്താപേക്ഷിതമാണെന്നും പാലിന് ഒരു അത്ഭുത ഗുണമുണ്ടെന്നും പറയുന്നു. അതിൽ മനുഷ്യന് ആരോഗ്യത്തിന് സംരക്ഷണ ആവശ്യമല്ല, ആവശ്യപ്പെട്ട പോഷകഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോ എന്നാൽ ഈ പാലിന് പാലാർക്കും വേണ്ട അല്ലെ. അവര് അതിന്റെ മാംസം, അതിനെ കൊന്നു തിന്നാൻ മാംസത്തിനാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. ദുർഭരണവും കലഹവും കലിയുഗത്തെ സൂചിപ്പിക്കുന്ന ജീവിതത്തിൽ ഉത്കർഷയില്ലാത്ത താഴ്ന്ന കുലത്തിന്റെ ഗുണങ്ങളോട് കൂടിയ വില കുറഞ്ഞ മനുഷ്യർ രാജ്യഭരണ കാര്യങ്ങളുടെ പ്രധാന സൂത്രധാരത്വം വഹിക്കുന്ന എല്ലാ ദുർഭരണങ്ങളെയും കലഹങ്ങളുടെയും മൂലകാരണം. രാജാവിന്റെ പദവിയിലിരിക്കുന്ന അത്തരം മനുഷ്യർ നിശ്ചയമായും ആദ്യം ഗോക്കളെയും ബ്രാഹ്മണീയ സംസ്കാരത്തെയും ഹിംസിക്കുക തന്നെ. അപ്രകാരം മുഴുവൻ സമൂഹത്തെയും കഠിനമായി പ്രഹരിച്ച് നരകത്തിലേക്ക് നയിക്കുന്ന ലോകത്തിലെ സർവ്വ കലഹങ്ങളുടെയും മൂലകാരണമെന്ന് നടത്തറിയാൻ പരിശീലനം ശ്രദ്ധിച്ച മഹാരാജാവ് പരീക്ഷിത്തിന് കഴിഞ്ഞാൽ അദ്ദേഹം ആരംഭം മുതൽ തന്നെ കലിയുഗത്തിന് വിരാമമിടാൻ ആഗ്രഹിച്ചു. അപ്പോ ഭരിക്കുന്നവരെ ഭഗവാന്റെ ഭക്തന്മാര് ദൈവവിശ്വാസികളല്ലെങ്കിൽ അല്ലെ, ഈശ്വരവിശ്വാസികളല്ലെങ്കിൽ ആ രാജ്യത്ത് അധർമ്മം തന്നെ നടക്കുള്ളൂ അല്ലെ. ബ്രാഹ്മണർക്കും പശുവിനും സംരക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ അപ്പോ അത് എല്ലാ തരത്തിലും നാശത്തിലേക്ക് നയിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ കലഹങ്ങളും മറ്റുള്ള കാര്യങ്ങളും എന്താ പറയാ, പ്രകൃതി ദുരന്തങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടാകുന്നത് അല്ലെ. ഭഗവാന് പ്രിയപ്പെട്ട പശുക്കളെയും ബ്രാഹ്മണരെയൊക്കെ ദ്രോഹിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടതായിട്ടും വരും. അപ്പോ അങ്ങനെയുള്ളവരല്ല യഥാർത്ഥ ഭഗവാന്റെ ഭക്തന്മാരായിരിക്കും രാജ്യം ഭരിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവ് ആ കലി തലപൊക്കുന്നതിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനെ വിരാമമിടാനായിട്ട് ശ്രമിച്ചു എന്ന് പറയും അല്ലെ. പക്ഷെ നമുക്ക് കൂടുതലായിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. അപ്പോ ഇന്ന് വേറൊരു വിശേഷ ദിവസം കൂടിയാണ്. ശ്രീല ജയദേവ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ തിരോധാനമാണ്. ജയദേവ് ഗോസ്വാമിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. ജയദേവ് ഗോസ്വാമിയുടെ കീർത്തനങ്ങൾ കേട്ടിട്ടുണ്ടാവും പോലെ. അഷ്ടപതിയൊക്കെ ഗീതാ ഗോവിന്ദം എഴുതിയിട്ടത് ജയദേവ് ഗോസ്വാമിയാണ്. ദശാവതാര കീർത്തനം, അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ധാരാളം കീർത്തനങ്ങൾ എഴുതി. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ തിരോധാന ദിനമാണിന്ന്, തിഥിയാണിന്ന്. അപ്പോ ജയദേവ് ഗോസ്വാമി എഴുതിയിട്ടുള്ള ഗീതാ ഗോവിന്ദം അധിക ക്ഷേത്രങ്ങളിലും ചൊല്ലുന്നുണ്ടാവും. പ്രത്യേകിച്ച് ജഗന്നാഥപുരിയിലൊക്കെ അദ്ദേഹത്തിന്റെ ഗീതാ ഗോവിന്ദം എല്ലാ ദിവസവും ജഗന്നാഥ ഭഗവാനെ ചൊല്ലിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗീതാ ഗോവിന്ദം എഴുതിയിട്ടുള്ള വസ്ത്രം ജഗന്നാഥ ഭഗവാനെ പുതപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പൊ അദ്ദേഹം ജഗന്നാഥപുരിയിലായിരുന്നു. അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു ബ്രഹ്മചാരിയായിട്ട് അങ്ങനെ ജീവിതം കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായിരുന്നു. ഒരിക്കലും ഒരു ഭഗവാന്റെ തന്നെ പരിശുദ്ധ ഭക്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ പുത്രിക്ക് വിവാഹപ്രായമായി. അദ്ദേഹം ആ പുത്രിയെയും കൊണ്ടുവന്നിട്ട് ജഗന്നാഥന്റെ മുന്നിൽ സമർപ്പിച്ചു. ഞാൻ എൻ്റെ പുത്രിയെ ജഗന്നാഥന് സമർപ്പിക്കുന്നു, എനിക്ക് ഈ കുട്ടിയെ വിവാഹം കഴിച്ചയക്കാനുള്ള
എന്താ കഴിവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ ജഗന്നാഥന് ജഗന്നാഥൻ എന്താ ചെയ്യല്ലേ? ജഗന്നാഥൻ ഉടനെ തന്നെ ആ ബ്രാഹ്മണനോട് പറഞ്ഞു, നിന്റെ അടുത്ത് തന്നെ നിന്നിട്ട് എന്റെ നാമം ജപിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് നിന്റെ മകളെ കഴിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ജയദേവ് ഗോസ്വാമിയുടെ അടുത്ത് പറയുകയുണ്ടായി. ജഗന്നാഥ ഭഗവാൻ പറഞ്ഞു, നീ എന്റെ മകളെ കല്യാണം കഴിക്കാനായിട്ട് പറഞ്ഞു. ജയദേവ് ഗോസ്വാമി പറഞ്ഞു, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ വിവാഹമായി കഴിക്കുന്നില്ല ഭഗവാന്റെ സേവനത്തിന്. അല്ല, ജഗന്നാഥൻ പറഞ്ഞിട്ടുണ്ട്, ജഗന്നാഥ ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ട് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആ ജയദേവ് ഗോസ്വാമിയുടെ അടുത്ത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ജഗന്നാഥ ഭഗവാൻ തന്നെ പറയണ്ടായി, നീ ബ്രാഹ്മണന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ ജയദേവ് ഗോസ്വാമി ആ പത്മാവതി എന്ന് പറയുന്ന കുട്ടിയെ വിവാഹം കഴിക്കുകയും അങ്ങനെ അവര് ഒരുമിച്ച് ഭക്തി സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോ ധാരാളം കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ജയദേവ് ഗോസ്വാമി. ഒരിക്കലും അവർ രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്തിട്ടൊക്കെ ആയിരുന്നു കീർത്തനം. ഒരു ദിവസം ജയദേവ് ഗോസ്വാമിയും ആ ഗീതാഗോവിന്ദം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ അതിലുള്ള ഒരു വരി അദ്ദേഹത്തിന് അത് ശരിയല്ല എന്ന രീതിയിൽ തോന്നുകയുണ്ടായി. അദ്ദേഹം ഉടനെ അത് കുത്തുകയുണ്ടായി. അവിടെ തടഞ്ഞിട്ട് വീണ്ടും എഴുതാ എന്ന് വിചാരിച്ചിട്ട് ഓർത്തുകൊണ്ട് അവിടുന്ന് പിന്നീട് അവിടുന്ന് അദ്ദേഹം കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഞാൻ പ്രസാദമൊക്കെ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് കുളിക്കാനായിട്ട് പോവുക. അപ്പോ ആ വരി എന്താണെന്ന് വെച്ചാൽ അത് എന്താ പറയാ, സ്മരകരള ഖണ്ഡനം മമ ശിരസിൻ മണ്ഡനം എന്നുള്ള ആ തുടങ്ങുന്ന വരികള് അത് ഭഗവാന്റെ ഭക്തിയായിട്ടുള്ള രാധാറാണിയുടെ പാദങ്ങള് സേവിക്കുന്നു, പാദങ്ങള് പ്രണമിക്കുന്നു എന്നുള്ള ആ വരികള് അതെങ്ങനെ ശരിയാവും? ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യത്വം കൃഷ്ണനല്ലേ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ വരികള് തിരുത്തുവാനായിട്ട് തടയുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പോയതിനു ശേഷം ജയദേവ് ഗോസ്വാമിയുടെ അതേ വേഷത്തില് അവിടെ ഭഗവാൻ വരികയും ആ വരികള് ജയദേവ് ഗോസ്വാമി കുത്തിയിട്ടുള്ള വരികൾ വീണ്ടും അവിടെ തന്നെ എഴുതിച്ചേർക്കുകയും ചെയ്തു. അപ്പോ അങ്ങനെ അദ്ദേഹത്തിന്റെ പത്മാവതി വിചാരിച്ചു ജയദേവ് ഗോസ്വാമി കുളിച്ചിട്ട് വന്നതാണെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് പ്രസാദമൊക്കെ കൊടുത്തു. ജയദേവ് ഗോസ്വാമിയുടെ അതേ രൂപത്തിൽ വന്നിട്ടുള്ള ഭഗവാൻ ആ പത്മാവതി വിളമ്പി കൊടുത്ത പ്രസാദമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകും. അല്പസമയത്തിന് ശേഷമാണ് യഥാർത്ഥമായിട്ടുള്ള ജയദേവ് ഗോസ്വാമി അവിടെ വരുന്നത്. അദ്ദേഹം അവിടെ വന്നപ്പോഴേ പത്മാവതി പ്രസാദമൊക്കെ കഴിക്കുന്നു. അപ്പോ സാധാരണ ഭർത്താവ് കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ കഴിക്കും അല്ലെ, പഴയ കാലങ്ങളിൽ. അപ്പോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ കഴിച്ചില്ലേ? അതിനുശേഷം ഞാൻ കഴിക്കാനേ, ഞാനിപ്പോ വരുന്നല്ലേ ഉള്ളത്. അപ്പൊ ഉടനെ തന്നെ ജയദേവ് ഗോസ്വാമിക്ക് എന്തോ മനസ്സിലായി. ജയദേവ് ഗോസ്വാമി ഉടനെ തന്നെ തന്റെ ആ മുറിയിൽ പോയപ്പോഴേ താൻ എഴുതി ബാക്കി വെച്ചിട്ടുള്ള ആ ഭാഗങ്ങള് നോക്കുകയുണ്ടായി. അപ്പോ അത് ഭഗവാൻ വീണ്ടും അതേ വരികൾ അവിടെ തന്നെ എഴുതി ചേർത്ത് വെച്ചു. അപ്പോ ഉടനെ ജയദേവ് ഗോസ്വാമിക്ക് മനസ്സിലായി, ഇത് വേറെ ആരുമല്ല, പത്മാവതിക്കും ജയദേവ് ഗോസ്വാമിക്കും മാത്രമേ ഈ ഗീതാഗോവിന്ദത്തിലെ വരികൾ അറിയൂ, വേറെ ആർക്കും അറിയില്ല, വേറെ ഭഗവാന് മാത്രമേ അറിയൂ അല്ലെ. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ജയദേവ് ഗോസ്വാമി ആ പത്മാവതിയോട് പറഞ്ഞു, നീ എത്ര ഭാഗ്യവതിയാണ്, ഭഗവാനെ സ്വന്തം കൈകൾ കൊണ്ട് എന്താ പറയാ നിവേദ്യം കൊടുക്കാനായിട്ട് സാധിച്ചു, നീ അത്രയും ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയാണെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ അവര് എന്താ സന്തോഷത്തോടെ ഭക്തിയുടെ സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായി. അവർ രണ്ടുപേരും തിരിച്ച് ഇതേ രൂപത്തിൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയുണ്ടായി എന്ന് പറയും. ജയദേവ് ഗോസ്വാമി പത്മാവതിയുമായിട്ട് തന്നെ ഭഗവാന്റെ ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ അനേകം ലീലകളുണ്ട്. അദ്ദേഹത്തിന്റെ ദശാവതാര കീർത്തനത്തിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് നമ്മുടെ നരസിംഹ സ്തുതി. നമ്മുടെ ഇസ്കോണിന്റെ ക്ഷേത്രങ്ങളൊക്കെ നരസിംഹ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പാടും അതിലെ വരികൾ. തവ കരകമല വരേനക അത്ഭുത ശൃംഗ ദളിതാ ഹിരണ്യകശിപു തനുഭൃംഗ കേശവധൃത നരഹരി രൂപ ജയ ജഗദീശ ഹരി ജയ ജഗദീശ ഹരി ജയ ജഗദീശ ഹരി. ഓ നരസിംഹ ഭഗവാനെ കുറിച്ചിട്ട് ചൊല്ലുന്ന ആ കീർത്തനം അല്ലെ. നരസിംഹ ഭഗവാൻ തന്റെ കൈവിരലിലെ നഖങ്ങൾ കൊണ്ട് ഒരു വണ്ടിനെ നെരിച്ചമർത്തുന്ന പോലെ ഹിരണ്യകശിപുവിന്റെ മാറിടം വിളർക്കിണ്ടായി എന്ന് പറഞ്ഞിട്ട് വർണ്ണിക്കും അല്ലെ. ദശാവതാര കീർത്തനത്തെ 10 അവതാരങ്ങളെ കുറിച്ചിട്ടും ജയദേവ് ഗോസ്വാമി വർണ്ണിക്കുന്നു. ധാരാളം ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ എഴുതുന്നു. അദ്ദേഹത്തിന്റെ
മൂർത്തിയാണ് ശ്രീ രാധാമാധവ്. നമുക്ക് വൃന്ദാവനത്തിലെ രാധാ ദാമോദര ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. രാധാമാധവ് ജയദേവ ഗോസ്വാമി പത്മാവതി പൂജിച്ചിരുന്ന രാധാമാധവ് അവിടെയാണ്. അദ്ദേഹത്തിന്റെ പുഷ്പസമാധിയും അവിടെ രാധാ ദാമോദര ക്ഷേത്രത്തിൽ. അദ്ദേഹത്തിന്റെ തിരുവഭാവ ദിനമാണ്. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അദ്ദേഹത്തോടൊക്കെ ഭഗവാന്റെ തിരുനാമം ജപിക്കാനും ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യാനുമായിട്ട് ഇത് സാധിക്കട്ടെ എന്ന്. ജയദേവ ഗോസ്വാമിക്ക് ജയ, ഗീതാ ഗോവിന്ദൻക്ക് ജയ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ ഭാഗങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കയ്യെത്താം. സംശയങ്ങളൊന്നും ഇല്ലാത്തവർക്ക് എക്സിറ്റ് ആവാം. ഇപ്പം അടുത്ത ക്ലാസ്സിൽ